അന്ന് 10 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന തൻ്റെ ദർസ് പഠനം ഒടുവിൽ ഓവുങ്ങൽ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ ദർസ് പഠനം കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഉപരിപഠനത്തിനായി അതിയായ ആഗ്രഹമുള്ള മഹാനവറുകൾ തൻ്റെ രോഗശൈലിയിൽ ഇരിക്കുന്ന പിതാവിനോട് കാര്യം അറിയിക്കുകയാണ്. പക്ഷേ പിതാവിന്റെ മറുപടി മറ്റൊന്നായിരുന്നു. മോനെ, നീ ഇപ്പോൾ എവിടേക്കും പോകേണ്ടതില്ല, വെള്ളൂരിലേക്കോ ബാക്കിയാത്തിലേക്കോ പോകേണ്ടതില്ല. കാരണം നീ പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ പരിചരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ ബാക്കിയാത്തിൽ പോയവരൊക്കെ നിന്നെ തേടി വരും. അങ്ങനെ തന്റെ പിതാവ് പറഞ്ഞതിനനുസരിച്ച് ഉസ്താദ് അവരുകൾ അവിടെ നാട്ടിൽ ഒരു ദർസ് അധ്യാപനം ആരംഭിക്കുകയാണ്. അങ്കലാപ്പ് നിറഞ്ഞ കാലങ്ങളിൽ ചാഞ്ചല്യം ഏതേതുമില്ലാതെ നിലയുറച്ചു നിന്ന പണ്ഡിത മഹത്തുക്കൾ കേരളീയ മുസ്ലിം ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായങ്ങളാണ്. ഒരുപക്ഷെ തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി പുലരുകയായിരുന്നു. കാരണം പിന്നീട് തൻ്റെ സമകാലികരെയും കവച്ചു വെച്ചുകൊണ്ട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്ന് സമസ്തയുടെ സെക്രട്ടറി പദം ഏറ്റെടുക്കുകയായിരുന്നു. സമസ്ത അതിൻ്റെ 100-ാം വാർഷികത്തോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മഹാന്മാരെ സ്മരിക്കുകയും നാളെ അള്ളാഹു നാം ഏവരുടെയും അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.